പല ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, വളരെ നല്ലവനാണ്, ഒരു ദിശയിലും ഇല്ല, വളരെ നന്നായിട്ട് കുടുംബത്തെ പുലർത്തും, എന്തും അവർ ചെയ്യും. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ഭാര്യ വളരെ നിശബ്ദയാണ്. സ്ലോലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാത്തൊരവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്യാണ്. അവൾക്കൊരു ഉള്ളിൽ തന്നെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും നല്ലവനായിട്ടുള്ള ഭർത്താവ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഭാര്യമാർക്ക് ഇങ്ങനൊരു അവസ്ഥ വരുന്നു? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? നല്ലതെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പൈസ കൊടുക്കുന്നതും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് മാത്രമല്ല, ഒപ്പം അവർക്ക് വേണ്ടത് ശരിക്കും ശ്രദ്ധയും പരിചരണവും കണക്ഷനുമാണ്. ഇത് ഒരു ബന്ധത്തിലില്ലെങ്കിൽ ആ ബന്ധം തകർന്നു പോകും. അത് ആദ്യം മനസ്സിലാക്കുക. ഇമോഷണലി അവൈലബിൾ ആവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാരേജിൽ. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും പല സ്ത്രീകളും എന്ത് ചെയ്യുന്നറിയാവോ, ഇങ്ങനെ പല കാര്യങ്ങളും ഭർത്താക്കന്മാര് നെഗ്ലക്ട് ചെയ്ത് ഇമോഷണലി ആബ്സെൻസ് ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ ആദ്യമൊക്കെ അവര് കുറച്ച് വഴക്കുണ്ടാക്കും, സംസാരിക്കും, ഇതൊക്കെ ചെയ്യും. സ്ലോലി അവർ എന്ത് മനസ്സിലാവും? എന്റെ ഭർത്താവ് മാറൂല, എന്റെ ലൈഫ് ഇതെന്റെ ഒരു വിധിയായി പോയി. അപ്പൊ ആ ഒരു നിശബ്ദതയിലേക്ക് അവർ മൂവ് ഔട്ട് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ആ മുറിവിൽ നിന്ന് പിന്നെ അവരെ അങ്ങോട്ട് തരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. സ്ലോലി അവര് ഒന്നും ശബ്ദമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥ വന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനായിട്ട് പങ്കാളികൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് മാരേജും നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ശക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും എന്ത് പ്രതിസന്ധി വന്നാലും ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു തോള് കൊടുക്കുകയും ചെയ്ത പല ബന്ധങ്ങളും മാജിക്കലി ബിൽഡ് ചെയ്യാനും നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച ഒരു റോൾ മോഡലായിട്ട് മാറാനും സാധിക്കുക ചെയ്യണേ. പക്ഷെ ഈ ഒരു അവൈലബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ, ഇമോഷണലി ആബ്സെന്റ് ആകുമ്പോൾ നിങ്ങൾ ആ ഒരു മുറിവുകൾ നിങ്ങളുടെ തലമുറകളിലേക്കും കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ ഇന്ന് പല കുട്ടികൾക്കും കല്യാണം കഴിക്കാനായിട്ടോ നല്ല ബന്ധങ്ങളിലേക്ക് പോകാനോ ഒരു താല്പര്യമില്ല. അതിന്റെ മേജർ റീസൺ എന്താണ്? അവരുടെ സ്വന്തം വീട്ടിലെ അനുഭവങ്ങളാണ്, മുറിവുകളാണ് അവർ ഈ ഒരു ഡിസിഷനിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ്. അതില് രണ്ടുപേരും മനസ്സിലാക്കാനും അവരുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനും ഇമോഷണലി അവൈലബിൾ ആവാനും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനിക്കുമ്പോൾ ജീവിതം അത്രയും മനോഹരമാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ ലൈഫ് കോച്ച് ഷീജയുടെ കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ തനിച്ച് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർഗനിർദ്ദേശം കിട്ടാനായിട്ട് ബയോയിൽ ലിങ്ക് വെച്ചോളൂ.